ആ വാർത്ത 4 ദിവസവും ചർച്ച ചെയ്യും, 10 ദിവസവും ചർച്ച ചെയ്യും, അത് കഴിഞ്ഞാലും ചർച്ച ചെയ്യും. പക്ഷേ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഞാൻ ആലപ്പുഴയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആലപ്പുഴ കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപം പോലെ ആലപ്പുഴയിലാണ് പുന്നപ്രയിലെ വയലാറിലെ സമരഭൂമി. ആ പുന്നപ്രയും വയലാറും 1ാം സ്ഥാനം താമരയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് ചെറുപ്രായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചു വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നത്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തെക്കൻ കേരളത്തിലെ ഇന്ന് ഞാൻ കാറിൽ വരുന്ന വഴിയില് ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് അറിയില്ല അതാരാണെന്ന്. ഇപ്പോ EP ജയരാജൻ പറയുകയാണ് ശോഭാ സുരേന്ദ്രന് നിലവാരമുള്ള ഒരു നേതാവല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്റെ മണ്ഡലം പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല. BJPയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഫോണിൽ വിളിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തില് നല്ല ആഢ്യത്വമുള്ള നേതാക്കന്മാര് ഇപ്പോഴും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല, ഞാൻ പിടിച്ച കൊടിയുടെ മിടുക്കാണ്, ഈ താമര ചിഹ്നത്തിന്റെ മിടുക്കാണ് എന്ന് സഖാവ് EP ജയരാജനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹി വരെ കുളിച്ചൊരുങ്ങി വന്നപ്പോ എന്റെ നിലവാരത്തെ കുറിച്ച് മനസ്സിനകത്ത് ആശങ്കയുണ്ടായില്ല. അവിടെ തൃശ്ശൂരില് വന്ന് അവിടെ കൃത്യമായി 101 നമ്പർ റൂം എടുത്ത് 107 നമ്പർ റൂമിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും സഖാവ് EP ജയരാജന് എന്റെ നിലവാരത്തെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ ഈ പരിപാടി, ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം അത് ഡിസംബർ 1 വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പൊതുസമൂഹത്തോട് പറയാം എന്താണെന്നറിയുമോ? EP ജയരാജന്റെ പവർ കണ്ടിട്ടല്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെ അനാഥരാക്കിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരും വന്നാലും പൊളിച്ചടിക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ദൃഢപ്രതിജ്ഞ. ആ ദൃഢപ്രതിജ്ഞ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് നീക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയില് ഒന്നുകൊണ്ട് അവസാനിച്ചുവെന്നാണോ സഖാക്കൾ കരുതുന്നത്? അല്ല, അവിടെ വലിയ മാറ്റത്തിന്റെ കേളികൊട്ട് ഒരുങ്ങുകയാണ്. ഈ കൂത്തുപറമ്പിലും വരാൻ പോകുന്ന നാളുകളിൽ എനിക്ക് ഉറപ്പുണ്ട്, പുന്നപ്രയ്ക്ക് മാറണമെങ്കിൽ വയലാറിന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ വാർഡിൽ 1ാം സ്ഥാനം BJPക്ക് ഏൽപ്പിക്കാമെങ്കിൽ കൂത്തുപറമ്പിലും BJPക്ക് MLA ഉണ്ടാകുമെന്നുള്ള ആ ബോധ്യമാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ അമരന്മാരായിട്ടുള്ള ബലിദാനികളുടെ മുന്നിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ഹൃദ്യമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇവിടെ